സാർ ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ അല്ല നടക്കുന്നത്, പകരം ഇവിടെ ഒരു സർക്കുലേഷൻ മൈഗ്രേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ SFIയുടെ നേതാവ് പറഞ്ഞതിനോട് ഞാൻ അംഗീകരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.2 മില്യൺസ് ഓഫ് ആളുകൾ പുറത്ത് പോകുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. 1.8 മില്യൺ പീപ്പിൾ ദേ ആർ കമ്മിങ് ബാക്ക്. അപ്പോൾ ബാക്കി ആളുകൾ ഓൾറെഡി വരുന്നുണ്ട്. മീൻസ് ഇറ്റ്സ് ലൈക്ക് എ സർക്കുലേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്നാണ്. സാർ, എത്ര വയസ്സ് മുതലാണ് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 18 വയസ്സ് മുതൽ തുടങ്ങുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് സാർ? അതിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ബാംഗ്ലൂരാണ് പഠിച്ചത്. ശരിയാണ് സാർ, ഞാനും തമിഴ്നാട്ടിലാണ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാർ ഈ കഴിഞ്ഞ വർഷം +2-ന് 3,70,75,000 പരം കുട്ടികളാണ് ഇവിടെ നമ്മുടെ എക്സാമിനേഷൻ എഴുതി. അതിൽ ഏകദേശം 2,90,000 കുട്ടികൾ വിജയം കൈവരിച്ചു. സാർ, അവർക്ക് എത്ര നേഴ്സിംഗ് സീറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും സാർ? വെറും 6,000 നേഴ്സിംഗ് സീറ്റാണ് സാർ നമുക്കിവിടെ ഉള്ളത്. സാർ, ATOT 6,000 ഉള്ളൂ. അതെ, ആ നമ്പർ ശരിയായിരിക്കില്ല. 6,000 വെറും 6,000 ഗവൺമെന്റ് സീറ്റുകൾ മാത്രമേ. 6 ലക്ഷം അപേക്ഷകർ എല്ലാ വർഷവും കേരളത്തിലുണ്ട്. അതെ, കോളേജുകളിൽ വരെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ നേഴ്സിംഗ് ഒന്ന്, പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെക്ഷൻ പാരാമെഡിക്കൽ സെക്ഷനാണ്. കാരണം വിദ്യാർത്ഥികൾ എപ്പോഴും നോക്കുന്നത് അവർക്കൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് തന്നെയാണ്. പഠിച്ചാൽ ഉടനെ തന്നെ ജോലി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഓരോ മാതാപിതാക്കൾക്കും അവരെ പഠിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ അതിനുള്ള സാഹചര്യം, അപ്പം ഇപ്പം ATOT, ഇപ്പം എൻ്റെ ഒരു സിസ്റ്റർ, അപ്പോൾ അതിനല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി, +2 കഴിഞ്ഞ കുട്ടി, ATOT അല്ലെങ്കിൽ MLT ലാബ് ടെക്നീഷ്യൻ. സാർ, എത്ര സീറ്റുണ്ട് സാർ കേരളത്തിൽ? വെറും 64 സീറ്റേ ഉള്ളൂ കേരള സംസ്ഥാനത്തിൽ മൊത്തം. ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സ് പഠിക്കാൻ വെറും 64 സീറ്റേ ഉള്ളൂ സാർ. അതുപോലെ തന്നെ ATOT വെറും 75 ഉള്ളൂ സാർ. ഇവിടുന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക് കിട്ടിയെന്ന് അറിയില്ല. ഞാനൊരു ആശുപത്രി നടന്ന ആളാ. ശരി സാർ, അത് വിശദമായിട്ട് പരിശോധിച്ചാൽ മതി. കാരണം ആശുപത്രി ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ ആളല്ലേ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കുറെ കണക്കുകളായി പറയുന്നത്. കേരളത്തില് ആരോഗ്യ മേഖല നിലനിൽക്കുന്നത് തന്നെ സർക്കാരേതര ആശുപത്രികളുണ്ടാ. അതുകൊണ്ട് ആ കണക്കിലൊക്കെ എനിക്ക് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റിലുള്ള കണക്കുകളാണ് ഞാൻ. അതുകൊണ്ടാണ് സാർ 18 വയസ്സ് മുതൽ എന്തുകൊണ്ട് കുട്ടികൾ ഇതല്ല വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ സാർ, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ സാറിന്റെ മകളോ എൻ്റെ മകളോ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒരു കുട്ടി ആയിക്കോട്ടെ, അവർക്ക് പാരാമെഡിക്കൽ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ ചെയ്യുന്ന കാര്യം എന്താണ്? കുറേ ഏജൻസീസ് ഉണ്ട്. കൺസൾട്ടന്റുമാർ എന്താണ് ചെയ്യുന്നത്? ഇവരെ ടെലികോൾ ചെയ്യുക, ഇവരെ പ്രൊവോക്ക് ചെയ്യുക ഈ കോഴ്സിലേക്ക്. എന്നാൽ ഈ കോഴ്സിന് ഈ നടത്തുന്ന കോളേജിന് അംഗീകാരം ഉണ്ടോ സാർ? സാർ, വെറും 1,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തൊന്നും അവിടെ നടത്തുന്നുണ്ട് സാർ പാരാമെഡിക്കൽ. ഇപ്പോ വിദ്യാഭ്യാസ മേഖലയല്ല ചർച്ചാ വിഷയം. ചർച്ചാ വിഷയം